പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ മെയ് 31 കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള ജസ്റ്റിസ് CS ഡയസ് പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന, ഒരു വിധിന്യായം നമ്മൾ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായിരുന്നു ആ വിധിന്യായം? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് വെറ്റിനറി വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ 2ാം വർഷ വെറ്റിനറി വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥൻ എന്ന ഒരു നെടുമങ്ങാടുകാരൻ ചെറുപ്പക്കാരന് 21-22 വയസ്സുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10-20ഓളം SFIയുടെ കാട്ടാളന്മാർ ദിവസങ്ങളോളം പീഡിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. കൊന്നു കെട്ടിത്തൂക്കുകയും ചെയ്ത ആ സംഭവത്തിൽ ഈ 19 പ്രതികൾക്കും ജാമ്യം അനുവദിക്കുന്ന ഒരു വിധിയാണ് അന്ന് പുറപ്പെടുവിക്കപ്പെട്ടത്. ആ വിധി സത്യത്തിൽ ഹൃദയഭേദകമായിരുന്നു. പക്ഷേ ആ വിധി വേണ്ട പോലെ പൊതുസമൂഹം ചർച്ച ചെയ്തോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിധി വിശദമായി ഒന്ന് പരിശോധിക്കാനും ആ വിധിയുടെ പ്രത്യാഘാതം എന്താണ് എന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഒരുപക്ഷെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ 2012 മെയ് 4 നടന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ഇത്രയേറെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. അന്ന് TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹം എത്രത്തോളം മനോവേദ അനുഭവിച്ചോ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളാകെ ദുഃഖിച്ച, ജനങ്ങളാകെ കണ്ണീർ വാർത്ത ഒരു കൊലപാതകമായിരുന്നു യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥൻ്റേത്. ആ കൊലപാതകം പൊതുമണ്ഡലം വ്യാപകമായി ചർച്ച ചെയ്യാനുള്ള കാരണം, അതിന് നേതൃത്വം കൊടുത്തത് ഇവിടെ 2ാമത്തെ ഭരണം നടത്തുന്ന CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയുടെ നേതൃത്വത്തിലുള്ള 19 കാട്ടാളന്മാരായിരുന്നു, നരാധമന്മാരായിരുന്നു, കശ്മലന്മാരായിരുന്നു എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. 2ാമത്തെ പ്രധാനപ്പെട്ട കാരണം ആ കൊലപാതകത്തിൻ്റെ അതിൻ്റെ ഒരു ഹിംസാത്മകതയായിരുന്നു. അതിൻ്റെ ഒരു വന്യമായിട്ടുള്ളൊരു ക്രൂരമായിട്ടുള്ളൊരു സമീപനമായിരുന്നു. ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ പോയപ്പോൾ ട്രെയിനിൽ നിന്ന് വിളിച്ചു വരുത്തിയതിന് ശേഷം അയാളെ കൊടും ക്രൂരമായി കൂട്ടമായി പീഡിപ്പിക്കുക, അയാളെ ആ സർവകലാശാലയ്ക്കടുത്തുള്ള ഒരു കുന്നിൻ്റെ പുറത്തേക്ക് മുകളിലേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് പീഡിപ്പിക്കുക, തിരിച്ചു കൊണ്ടുവന്ന് ഒരു ഹോസ്റ്റൽ മുറിയുടെ നടുത്തളത്തിൽ വെച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും കാണുക ആ ചെറുപ്പക്കാരനെ അതിഭീകരമായി പീഡിപ്പിക്കുക, അവന് ദിവസങ്ങളോളം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതിരിക്കുക, അതിനുശേഷം ആ ചെറുപ്പക്കാരനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അത് ആത്മഹത്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ് വിശദമായി. സുഹൃത്തുക്കളെ, ആ കൊലപാതകത്തിൻ്റെ ഹിംസാത്മകത ഇതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാതെ നോവിച്ചതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ്റെ പേരായിരുന്നു തന്നെയാണ് സിദ്ധാർത്ഥൻ. എൻ്റെ മകനെ ഞാൻ വീട്ടിൽ സിദ്ധു എന്നാണ് വിളിക്കുന്നത്. ഈ സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബയും സിദ്ധാർത്ഥനെ വീട്ടിൽ സിദ്ധു എന്നാണ് വിളിച്ചുകൊണ്ടത്. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത ഒരു മാനസിക വൈകാരിക വിക്ഷോഭം എൻ്റെ മനസ്സിലുണ്ടാവും. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ സിദ്ധാർത്ഥൻ്റെ അമ്മയും അച്ഛനും അനുഭവിച്ച മനോവിഷമം, മനോദുഃഖം, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് സുഹൃത്തുക്കളെ. ആ കേസിൽ നമുക്കറിയാം, ഗത്യന്തരമില്ലാതെ ഇലക്ഷന് മുമ്പായിരുന്നുകൊണ്ട് ഗവൺമെൻറ്റിന് CBI അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. ആ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. ആ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM നേതൃത്വം നടത്തിയിട്ടുള്ള ഹീനവും നീചവുമായിട്ടുള്ള ശ്രമങ്ങൾ, അതൊന്നും ഈ കോടതി പരിഗണിച്ചിട്ടില്ല. ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ വിവരം കേന്ദ്രത്തെ അറിയിക്കാൻ താമസിച്ചു. ആ ഫയൽ പൂഴ്ത്തിവെച്ചു. അതുമായി ബന്ധപ്പെട്ട് 3 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. അത് കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരെ തിരിച്ചെടുത്തു. എന്താണ് ഗവൺമെൻറ് ഇതിനകത്ത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി? എന്തുകൊണ്ടാണ്? ഇതിൽ നീതി നടപ്പായാൽ അത് SFI എന്ന് പറഞ്ഞ സംഘടനയ്ക്കുണ്ടാകുന്ന വലിയ തിരിച്ചടിയായിരിക്കും.
കേരളത്തിൽ SFI എന്ന് പറയുന്ന സംഘടനയുടെ അവസാനമായിരിക്കും ഈ കാര്യത്തിൽ ഇതിൽ കുറ്റക്കാരായിട്ടുള്ള SFIക്കാർ ശിക്ഷിക്കപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്ന സമയം മുതൽ തന്നെ ഇതിൻ്റെ പ്രതികളായിട്ടുള്ള SFIക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയും ഗവൺമെൻറ്റും നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും ഈ കോടതിക്ക് മനസ്സിലായിട്ടില്ല. ഞാനതിലേക്കൊക്കെ വരാം. ആ വിഷയത്തിൽ ഗത്യന്തരമില്ലാതെ CBI അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. പ്രഗത്ഭ അഭിഭാഷകനായിട്ടുള്ള ജോർജ് പൂന്തോട്ടം വാദിച്ചിട്ടാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ കേസിലാണ് ഇപ്പോൾ ഈ 31-ാം തീയതി നടത്തിയിട്ടുള്ള വിധിന്യായം വഴി ഹൈക്കോടതി 19 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്, അവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വിശദമായി ഒന്ന് ചർച്ച ചെയ്തേ മതിയാവൂ സുഹൃത്തുക്കളെ. എനിക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി ഈ ജഡ്ജ്മെൻറ്റ് ഞാനൊന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. 42 പേജുള്ള ഈ വിധിന്യായ പ്രകാരം 19 പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം കിട്ടി. നേരത്തെ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയിരുന്നു. സുഹൃത്തുക്കളെ, ഈ 19 പ്രതികൾക്ക് വേണ്ടി വാദിച്ചു തരാമെന്നറിയാമോ? ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 3 വക്കീലന്മാർ. മറ്റ് വക്കീലന്മാരുണ്ടായിരുന്നു, പക്ഷേ 3-4 പ്രധാനപ്പെട്ട വക്കീലന്മാരുടെ കാര്യമാണ് ഞാൻ പറയാമോ. ഒന്ന് K. രാംകുമാർ എന്ന് പറയുന്ന കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ളൊരു വക്കീൽ. 2000-ന്റെ മധ്യത്തിൽ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം വാങ്ങിയതുൾപ്പെടെ ഒട്ടേറെ പ്രധാനപ്പെട്ട കേസുകൾ വാദിച്ച് ജയിച്ച K. രാംകുമാർ ആയിരുന്നു ഒരു പ്രതിക്ക് വേണ്ടി വാദിച്ചത്. രണ്ടാമത്തെ ആളെ S. രാജീവ്. രാംകുമാറിന് അത്രയും വരികയില്ലെങ്കിൽ പോലും കേരള ഹൈക്കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ വക്കീലന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലന്മാരിൽ ഒരാളാണ് S. രാജീവ്. അതുപോലെ തന്നെ ജോൺ S. റാൽഫ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായിട്ടുള്ള വേറൊരു വക്കീൽ. അതുപോലെ തന്നെ S. ശ്രീകുമാർ എന്ന് പറഞ്ഞ വേറൊരു വക്കീൽ. അപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള 4 അഭിഭാഷകരാണ് ഈ 19 അംഗ പ്രതികൾക്ക് വേണ്ടി വാദം നയിച്ചത് കേരള ഹൈക്കോടതിയിൽ. CBIക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഒരു KP സതീശൻ, അതാണ് CBIക്ക് വേണ്ടി വന്നത്. പിന്നെ ഈ സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബയ്ക്ക് വേണ്ടി സജിത് കുമാർ എന്ന് പറഞ്ഞ ഏതോ ഒരു വക്കീൽ, അപ്രധാനിയായിട്ടുള്ളൊരു വക്കീലാണ്. എനിക്കതിനെക്കുറിച്ചിട്ട് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ അവസാനം പറയാം. എന്തായാലും പ്രതികൾക്ക് വേണ്ടി പ്രമുഖരായിട്ടുള്ള വക്കീലന്മാർ വന്നു. അവരുടെ 3 പേരുടെയും വാദം ഞാനൊന്ന് ചെറുതായി പറയാം. രാംകുമാർ പറഞ്ഞത് ഇത് സഹപാഠിയോട് സിദ്ധാർത്ഥൻ മോശമായി പെരുമാറി. അപ്പോൾ അത് സഹപാഠിയെ 3 പ്രാവശ്യം പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആ കാര്യം സഹപാഠി പോയി വിദ്യാർത്ഥികളുടെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ അധികാരികളുടെ അടുത്ത് പറഞ്ഞു. അതിൽ ആ പറഞ്ഞതും പുറത്തറിയുന്നതിലുണ്ടായ മനോവിഷമം കൊണ്ടാണ് ആത്മഹത്യ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 90 ദിവസം ഇവർ പ്രതികൾ ജയിലിൽ കിടന്നു, അന്വേഷണം പൂർത്തിയാക്കി. അവർ മുൻകാലങ്ങളിൽ അവർക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നുമില്ല. വിദ്യാർത്ഥികളുടെ പേരിൽ അവർക്ക് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഒന്നുമില്ല. അവർ ഒരു സ്വാധീനവുമില്ലാത്ത പ്രതികളാണ്. അവർ ഒളിച്ചോടില്ല. അവരുടെ ശിക്ഷയ്ക്ക് സാധ്യത കുറവാണ്, അതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടണം. ഇതായിരുന്നു രാംകുമാറിൻ്റെ വാദം. S. രാജീവിൻ്റെ വാദം എന്ന് പറയുന്നത് അന്വേഷണം പൂർണ്ണമല്ല, ഈ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഇൻകംപ്ലീറ്റ് ആണ്. അദ്ദേഹവും പറഞ്ഞു സഹപാഠികളോട് ഈ സിദ്ധാർത്ഥൻ മോശമായി പെരുമാറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സ്വതന്ത്ര അന്വേഷണം നടത്തിയിട്ടില്ല, ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് മാത്രം വെച്ചിട്ടാണ് ഇതിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു പ്രതികൾക്ക് 20-24 വയസ്സ് മാത്രമേ ഉള്ളൂ, ഒരു 90 ദിവസം ജയിലിൽ കിടന്നു, അവരുടെ ക്ലാസ് നഷ്ടപ്പെട്ടു, അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. സഹപാഠിയോട് മോശമായി പെരുമാറിയതിലുണ്ടായ നാണക്കേട് കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതായിരുന്നു S. രാജീവിൻ്റെ വാദം. ഇനി ജോൺ റാൽഫിൻ്റെ വാദം എന്തായിരുന്നു? അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അതിനകത്ത് 18 ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. അതിന് 6 പ്രധാനപ്പെട്ട പരിക്കുകളാണുള്ളത്. അതെല്ലാം തൂങ്ങി മരണം കൊണ്ടുണ്ടായതാണ്. ബാക്കി 12 മുറിവുകളുണ്ട്. ആ 12 മുറിവുകളിൽ നിന്നും തന്നെ പ്രധാനപ്പെട്ടതല്ല, അത് അപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ സിദ്ധാർത്ഥനെ ക്രൂരമായി പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞ വാദത്തിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഈ കുറ്റം ചെയ്തവരുടെ ലക്ഷ്യം ചെയ്സൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എന്താ വെച്ചാൽ ശിക്ഷിച്ച് ക്ഷമ പറയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു, അല്ലാതെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമല്ലായിരുന്നു. ഇതാണ് ജോൺ S. റാൽഫിൻ്റെ വാദം. ഇതായിരുന്നു 3 പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ. അപ്പോൾ അത് ജഡ്ജി തൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിധിന്യായത്തിൽ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് CBI തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങൾ ഈ വിധിന്യായത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് 15-ാമത്തെ പേജ് മുതൽ 21-ാമത്തെ പേജിൽ വരെ ഉള്ളതാണ് ആ കുറ്റപത്രം. അതിനകത്ത് വളരെ കൃത്യമായി തന്നെ ഈ സിദ്ധാർത്ഥനെ ഈ SFIയുടെ നേതൃത്വത്തിലുള്ള ഈ കശ്മലന്മാർ, ഈ നരാധമന്മാർ
എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചതായിട്ടും ആ പെൺകുട്ടി പരാതി കൊടുത്തതായിട്ടും അതിന് ശിക്ഷിക്കാൻ വേണ്ടിയായിരുന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പശ്ചാത്തലം. ഞാൻ എൻ്റെ പശ്ചാത്തലത്തിലേക്കല്ല പോകുന്നത്. ഞാൻ അതിൽ ഇവർ നടത്തിയ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളുടെ ഭാഗം ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൽ പാരഗ്രാഫ് 2 ഡിയിൽ പറയുന്നത്, ദ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് റിവീൽഡ് ദറ്റ് ദ ഡിസീസ് ഹാസ് ക്ലിയർഡ് ദി നീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ആൻഡ് സെക്യൂർഡ് അഡ്മിഷൻ ടു കോവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പൂക്കോടത്തെ വെറ്റിനറി സർവകലാശാല. സിൻസ് ദ റൂംസ് ഇൻ ദി മെൻസ് ഹോസ്റ്റൽ വർ വേക്കൻറ്റ്, ദ ഡിസീസ്ഡ് സ്റ്റാർട്ടഡ് റിസൈഡിങ് ഇൻ ദ മെൻസ് ഹോസ്റ്റൽ ബിഫോർ എൻറ്ററിങ് ദി സെക്കൻഡ് ഇയർ. അതായത് മെൻസ് ഹോസ്റ്റലിൽ റൂമുകൾ ഒഴിവില്ലാതിരുന്നതുകൊണ്ട് അയാൾ രണ്ടാമത്തെ വർഷത്തെ തുടക്കത്തിന് മുമ്പ് തന്നെ മെൻസ് ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു. ഹി വാസ് അലോട്ടഡ് റൂം നമ്പർ 2 ഇൻ ദ ഡോർമിറ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് താമസിക്കുന്ന റൂമാണ്. അതിൽ റൂം നമ്പർ 2 അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. 12/2/2024 ദ ഡിസീസ്ഡ് ആൻഡ് ഹിസ് ക്ലാസ്മേറ്റ്സ് ക്യാരിഡ് ഔട്ട് ഡെക്കറേഷൻസ് ഇൻ ദ ഓഡിറ്റോറിയം ടു സെലിബ്രേറ്റ് വാലന്റൈൻസ് ഡേ ഓൺ 14/2/2024. അത് 2024 2 മാസം 14 ഒരു വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള തോരണങ്ങളും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സിദ്ധാർത്ഥനും അദ്ദേഹത്തിൻ്റെ സഹപാഠികളും കൂടി 12/2/2024. After the decoration work, when the students were preparing to leave, the deceased told X, ഒരു സഹപാഠി, ഒരു വനിത, അവരോട് that he wanted to have a private conversation with her. അതായത് ഈ തോരണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ സിദ്ധാർത്ഥൻ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയോട് തനിക്ക് സ്വകാര്യമായി ഒന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഹി റിക്വസ്റ്റഡ് വൺ ഓഫ് ഹർ ക്ലാസ്മേറ്റ്സ് ടു ലീവ് ഫോർ ദ ഹോസ്റ്റൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപാഠിയോട് ഹോസ്റ്റലിലേക്ക് പോകാൻ പറഞ്ഞു. Thereafter the deceased had a conversation with X. അതിനുശേഷം സിദ്ധാർത്ഥൻ ഈ തൻ്റെ സഹപാഠിയായിട്ടുള്ള ഈ പെൺകുട്ടിയുമായി സംസാരിച്ചു. But the deceased misbehaved with X by touching her inappropriately twice, which she resisted and left to the hostel. 2 തവണ ഈ സിദ്ധാർത്ഥൻ ഈ പെൺകുട്ടിയെ തൊടാൻ അവരുടെ അനുവാദമില്ലാതെ തൊടാൻ ശ്രമിച്ചു. അവരതിനെ ചെറുക്കുകയും ഹോസ്റ്റലിലേക്ക് പോവുകയും ചെയ്തു. Then the deceased followed X and apologized to her. അതിനുശേഷം ഈ മരണപ്പെട്ട സിദ്ധാർത്ഥൻ പെൺകുട്ടിയുടെ പുറകെ നടക്കുകയും ആ പെൺകുട്ടിയോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. However, on reaching the ladies' hostel, the deceased again touched her inappropriately. എന്നാൽ ആ പെൺകുട്ടി ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം ഈ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ സിദ്ധാർത്ഥൻ അവളെ വീണ്ടും അവളുടെ ശരീരഭാഗത്ത് എവിടെയോ തൊട്ടു. She again resisted the same and ran into the hostel. അവർ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചതിന് ശേഷം, അതിനെ പ്രതിരോധിച്ചതിന് ശേഷം ഹോസ്റ്റലിലേക്ക് ഓടിപ്പോയി. On the intervening night of 12/2/2024 and 13/2/2024, അതായത് 12-ാം 13-ാം ഇടയ്ക്ക് എക്സ് ഇൻഫോംഡ് അബൌട്ട് ദി ഇൻസിഡൻറ്റ് ടു അക്യൂസ് നമ്പർ 12 ആൻഡ് തേർഡ് ഇയർ സ്റ്റുഡൻറ്റ്. അതായത് 3-ാം വർഷ വിദ്യാർത്ഥിയും പ്രതികളിൽ 12-ാമനുമായിട്ടുള്ള ആളോട് 12-ാം 13-ാം ഇടയ്ക്ക് ഈ പെൺകുട്ടി ഈ കാര്യം പറഞ്ഞു. ഇൻ ദ മീൻ ടൈം ദ ഡിസീസ്ഡ് അഗെയിൻ അപ്പോളജൈസ്ഡ് ടു എക്സ് ഓവർ വാട്സാപ്പ്. ഇതിനിടയിൽ സിദ്ധാർത്ഥൻ ഈ പെൺകുട്ടിയോട് വാട്സാപ്പിലൂടെ വീണ്ടും ക്ഷമാപണം നടത്തി. 13-ാം തീയതി ഈ പ്രതികൾ 12-ാം പ്രതി അക്ഷയ് CR എന്ന ആളോട് ഈ കാര്യം പറയുകയും സിദ്ധാർത്ഥനെ മർദ്ദിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വാലന്റൈൻസ് ഡേക്ക് പിറ്റേ ദിവസം, വാലന്റൈൻസ് ഡേയുടെ ആഘോഷങ്ങളുടെ പിറ്റേ ദിവസം 9, 11, 12, 13 പ്രതികൾ ഈ പെൺകുട്ടിയോട് ഈ സിദ്ധാർത്ഥൻ മോശമായി പെരുമാറിയത് സംബന്ധിച്ചൊരു ചർച്ച നടത്തുകയും സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. 15-ാം തീയതി അന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. കാരണം ഇൻ്റർ ബാച്ച് കോളേജിലുള്ള അത്ലറ്റിക് മീറ്റ് കാരണം 15-ാം തീയതി ക്ലാസ് ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥൻ അതേസമയം തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോവുകയും ചെയ്തു. യാത്രയായി എറണാകുളത്ത് ചെന്നപ്പോൾ 10, 12, 13 പ്രതികളിൽ നിന്ന് സിദ്ധാർത്ഥൻ തിരിച്ചു വരണമെന്നും ഈ കൂടെയുള്ള സഹപാഠിയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കണം എന്നും ആവശ്യപ്പെടുന്ന ഫോൺ കോൾ വന്നു. കോൺസിക്വൻ്റ്ലി ദ ഡിസീസ് എലൈറ്റഡ് അറ്റ് എറണാകുളം ആൻഡ് റിട്ടേൺ ടു ദ കോളേജ് ഓൺ 16/2. അതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ എറണാകുളത്ത് ഇറങ്ങുകയും 16/2/2024 കോളേജിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 16/2/2024 ഏതാണ്ട് 9:30 മണിയായപ്പോൾ
9, 10, 11, 12 പ്രതികളും കൂടെയുള്ള സഹപാഠികളും കൂടി ചേർന്ന് സിദ്ധാർത്ഥനെ മെൻസ് ഹോസ്റ്റലിനെ എതിർവശത്തുള്ള ഒരു കുന്നിൻപുറത്തേക്ക് കൊണ്ടുപോവുകയും ഈ വിഷയം സംബന്ധിച്ച് അല്ലെങ്കിൽ പെൺകുട്ടി സഹപാഠിയുമായി മോശമായി പെരുമാറിയെ സംബന്ധിച്ച് സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനിടയിൽ രണ്ടാം പ്രതി സിദ്ധാർത്ഥൻ്റെ മുഖത്ത് അടിക്കുകയും സിദ്ധാർത്ഥനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരണമെന്നും നമുക്ക് അവിടെ വെച്ച് സിദ്ധാർത്ഥനെ കൈകാര്യം ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. അന്ന് രാത്രി ഏതാണ്ട് ഒരു 10:30 മണിയായതോടുകൂടി പ്രതികൾ ഈ സിദ്ധാർത്ഥനെ 21-ാം നമ്പർ റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സിദ്ധാർത്ഥൻ താൻ ഈ പെൺകുട്ടിയോട് പെരുമാറിയത് തെറ്റായിപ്പോയി എന്നുള്ള മാപ്പപേക്ഷ നൽകുകയും ചെയ്തു. അവിടെ വെച്ച് പ്രതികൾ 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 17, 18 എന്നീ പ്രതികൾ സിദ്ധാർത്ഥനെ ശാരീരികമായി ഒരു ലെതർ ബെൽറ്റ് കൊണ്ടും ഒരു കേബിൾ വയർ കൊണ്ടും ഒരു ഗ്ലൂ ഗണ്ണ് കൊണ്ടും മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ കൈയും കാലും ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു. എത്ര പേര്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 14 പ്രതികൾ. ഓർത്തോണം, 14 പ്രതികൾ ഈ റൂം നമ്പർ 21 വെച്ച് സിദ്ധാർത്ഥനെ രാത്രി 10:30 ലെതർ ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും ഗ്ലൂ ഗണ്ണ് കൊണ്ടും അവരുടെ കൈ കൊണ്ടും കാലുകൊണ്ടും മർദ്ദിച്ചു. അതിനുശേഷം ഈ സിദ്ധാർത്ഥൻ്റെ ട്രൗസർ അഴിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഷർട്ട് അഴിപ്പിച്ചു, എന്നിട്ട് അടിവസ്ത്രത്തിൽ മാത്രം നിൽക്കാൻ നിർബന്ധിച്ചു. ദ ഡിസീസ് വാസ് മെയ്ഡ് ടു റിമൂവ് ഹിസ് ട്രൗസേഴ്സ് ആൻഡ് ഷർട്ട് ആൻഡ് വാസ് മെയ്ഡ് ടു റിമെയിൻ ഇൻ ഹിസ് അണ്ടർ ഗാർമെൻറ്റ്സ്. Accused number 2 brutally assaulted the deceased with belt and hands. രണ്ടാം പ്രതി ബെൽറ്റും കൈയും ഉപയോഗിച്ചുകൊണ്ട് സിദ്ധാർത്ഥനെ ക്രൂരമായി ആക്രമിച്ചു. അഞ്ചാം പ്രതി സ്ലാബ്ഡ്, കിക്ക്ഡ് ആൻഡ് ബീറ്റ് ദ ഡിസീസ്ഡ് വിത്ത് എ വയർ ഓഫ് എ ഗ്ലൂ ഗൺ. ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ വയർ ഉപയോഗിച്ചുകൊണ്ട് അഞ്ചാം പ്രതി സിദ്ധാർത്ഥനെ അടിച്ചു, തൊഴിച്ചു, മുഖത്തടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഏഴാമത്തെ പ്രതി എന്ത് ചെയ്തു? അസോൾട്ടഡ് ദ ഡിസീസ്ഡ് വിത്ത് എ ബെൽറ്റ്. ഒരു ബെൽറ്റ് കൊണ്ട് ഏഴാം പ്രതി അടിച്ചു. Accused number 6 assaulted the deceased with hands. ആറാം പ്രതി സിദ്ധാർത്ഥനെ മുഖത്ത് സിദ്ധാർത്ഥൻ്റെ ശരീരത്തിൽ കൈകൊണ്ട് അടിച്ചു. 3, 4, 8, 9, 10, 11 പ്രതികൾ സിദ്ധാർത്ഥനെ കൈകൊണ്ടടിച്ചു. 5, 6 പ്രതികളും മറ്റ് വിദ്യാർത്ഥികളെ സിദ്ധാർത്ഥനെ അടിക്കുന്നതിന് പ്രകോപിപ്പിച്ചു. The accused assaulted, intimidated and humiliated the deceased till midnight of 17/2/2024. ഓർത്തോണം, അതായത് 17/2/2024 അർദ്ധരാത്രി വരെ പ്രതികൾ അക്യൂസിനെ അസോൾട്ട് ചെയ്തു, അയാളെ ആക്രമിച്ചു, അയാളെ പ്രകോപിപ്പിച്ചു, അയാളെ ഹ്യൂമിലിയേറ്റ് ചെയ്തു. വാസ് അസോൾട്ടഡ്, ഇൻറ്റിമിഡേറ്റഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് ദ ഡിസീസ്ഡ് ടിൽ ദ മിഡ്നൈറ്റ് ഓഫ് 17/2/2024. Later, accused number 2 forcibly took the partially naked deceased to the courtyard of the men's hostel. അതിനുശേഷം രണ്ടാം പ്രതി ഈ അടിവസ്ത്രത്തിൽ മാത്രം നിന്നിരുന്ന സിദ്ധാർത്ഥനെ മെൻസ് ഹോസ്റ്റലിൻ്റെ കോർട്ട്യാർഡിലേക്ക്, നടുത്തുളത്തിലേക്ക് കൊണ്ടുപോയി. ആൻഡ് അക്യൂസ്ഡ് നമ്പർ 2, 5, 10 and 11 കോൾഡ് ഔട്ട് ടു ദ ഇൻമേറ്റ്സ് ഓഫ് ദ ഹോസ്റ്റൽ ആൻഡ് ക്വസ്റ്റ്യൻഡ് ദ ഡിസീസ്ഡ്. അതിനുശേഷം 2, 5, 10, 11 പ്രതികൾ ഹോസ്റ്റലിലുള്ള മുഴുവൻ ആളുകളെയും വിളിക്കുകയും അവരുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അക്യൂസ്ഡ് 2, 5, 6, 7, 9, 10, 11, 12, 14, 1, 2, 3, 3, 5, 5, 3, 8, 2, 10, 2, 12, 13 പ്രതികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് was humiliated the deceased and compelled him to confess his guilt loudly in the presence of the hostel, of the inmates of the hostel. 13 പ്രതികൾ സിദ്ധാർത്ഥനെ കൊണ്ട് വീണ്ടും മാപ്പപേക്ഷിക്കുകയും മാപ്പ് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു. The deceased was also prevented from getting up from the ground. അതായത് നിലത്ത് വീണ് കിടന്ന സിദ്ധാർത്ഥനെ എഴുന്നേൽപ്പിക്കാൻ പോലും ഈ പ്രതികൾ അനുവദിച്ചിട്ടില്ല. Accused number 7 threatened the junior students by proclaiming that if any of them did similar acts, they would face similar consequences. ഏഴാം പ്രതി പറഞ്ഞു, ഈ നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെയൊക്കെ ഇതിനും പ്രത്യാഘാതം ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. The assault
confinement, humiliation, harassment of the deceased lasted till 1 a.m. of 17/2/2024. The assault, the restrained confinement, humiliation, harassment of the deceased lasted till 1 a.m. of 17/2/2024. രാത്രി 1 മണി വരെ ഇത് നീണ്ടു നിന്നു. എന്നിട്ട് the deceased was taken to the dormitory on the first floor. ഫസ്റ്റ് ഫ്ലോറിലെ ഡോർമിറ്ററിയിലേക്ക് അയാളെ കൊണ്ടുപോയി. He was threatened to socially isolate the disease which caused him mental trauma. അവനെ സാമൂഹികമായി ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു. which caused him mental trauma. Accused one slapped the deceased. മുഖത്തടിച്ചു. The deceased slept the whole day on 17/2/2024 in room number 5 without taking any food. ഇത്രയും ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഈ സിദ്ധാർത്ഥൻ 17/2/2024 റൂം നമ്പർ 5 കിടന്നുറങ്ങി, ഒരു ഭക്ഷണം പോലും കഴിക്കാതെ. 18-ാം തീയതി the deceased asked for a towel from his classmate കിഷൻലാൽ. 18-ാം തീയതി എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതിരുന്ന ഈ സിദ്ധാർത്ഥൻ കിഷൻലാൽ എന്ന് പറഞ്ഞ തൻ്റെ സഹപാഠിയോട് ഒരു തോർത്ത്, ഒരു ടവൽ ചോദിക്കുകയും ഡോർമിറ്ററിയുടെ ബാത്റൂമിലേക്ക് പോവുകയും where he hanged himself from the iron grill fitted in the ventilation window of the bathroom. എഴുന്നേക്കാൻ പാടില്ലാതെ കിടന്നിരുന്ന അതിഭീകരമായിട്ടുള്ള മർദ്ദനത്തിനിരയായിട്ടുള്ള സിദ്ധാർത്ഥൻ 18-ാം തീയതി തൻ്റെ സഹപാഠിയായിട്ടുള്ള കിഷൻലാലിനോട് ഒരു തോർത്ത് ചോദിക്കുകയും അതുമായി ഡോർമിറ്ററിയുടെ ബാത്റൂമിലേക്ക് പോവുകയും അവിടെ വെച്ച് ബാത്റൂമിൻ്റെ വെന്റിലേഷൻ വിൻഡോയിലെ അയൺ ഗ്രില്ലിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. ദ ബോഡി ഓഫ് ദ ഡിസീസ് വാസ് ടേക്കൺ ടു ദി പിന്നെ അതിനുശേഷം പിന്നെ ബോഡി കൊണ്ടുപോയ കാര്യങ്ങളൊക്കെയാണ് പറയും. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പേജ് 15 മുതൽ 21 വരെ ഞാൻ വിശദീകരിച്ച സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനേറ്റ അതിക്രൂരവും ഭയാനകവും ഹിംസാത്മകവുമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനം. ആ മർദ്ദനത്തെ തുടർന്നാണ് ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. കൊന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര അതിക്രൂരമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ പീഡിപ്പിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ചെറുപ്പക്കാരൻ സഹപാഠിയെടുത്ത് മോശമായി പെരുമാറി തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രതികൾക്ക്, ഈ 19 പ്രതികൾക്ക് ഇത്ര ക്രൂരമായി ഈ ചെറുപ്പക്കാരനെ പീഡിപ്പിക്കാൻ എന്ത് അവകാശമാണ്? ഏത് ഭരണഘടനയാണ്, ഏത് ക്രിമിനൽ നിയമമാണ് അതിന് അനുവാദം കൊടുത്തിട്ടുള്ളത് സുഹൃത്തുക്കളെ? അപ്പോൾ അതാണ് ഞാൻ വായിച്ചത് 15 മുതൽ 21 വരെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കുറ്റപത്രം സമർപ്പിച്ചു. സി ബി ഐ അന്വേഷണത്തിന് ശേഷമുള്ള കുറ്റപത്രം സമർപ്പിച്ചു. ഇതൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഇനി ഞാൻ ഹൈക്കോടതി എന്ന് മാത്രമേ പറയൂ, അതിനപ്പുറത്തേക്ക് ഞാൻ പോകില്ല, അതിന് താഴത്തേക്കും പോകില്ല, അതിനകത്തേക്ക് മുകളിലേക്കെത്തേക്കും പോകില്ല. ഹൈക്കോടതി പേജ് 42 പേജുള്ള വിധിന്യായത്തിൽ പേജ് 35 ഖണ്ഡിക 20 മുതലാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങുന്നത്. അതിൽ കോടതി പറയുന്നത്, ഇത് തുടങ്ങാൻ ഈ സംഭവങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് ഈ സിദ്ധാർത്ഥൻ്റെ സഹപാഠിയോടുള്ള മോശമായിട്ടുള്ള പെരുമാറ്റമാണ്. ദ ജെനിസിസ് ഓഫ് ദി ഇൻസിഡൻറ്റ്, അത് ഡിസീസ് മിസ്ബിഹേവിയർ വിത്ത് എക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. എന്നിട്ട് പാര 22-ാമത്തെ പാരഗ്രാഫിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പേര് പറയില്ല, ഹൈക്കോടതി പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണത്തിലേക്ക് വരുന്നത്. ആ നിരീക്ഷണം എൻ്റെ പ്രേക്ഷകർ വളരെ സശ്രദ്ധം കേൾക്കണം. ആ നിരീക്ഷണം കേൾക്കണമെന്ന് ഞാൻ പറയാൻ കാര്യം, പാരഗ്രാഫ് 15 മുതൽ 21 വരെ ഞാൻ വിശദമായി വായിച്ചു. CBI സമർപ്പിച്ച കുറ്റപത്രം അതെന്തായിരുന്നുള്ളത് ഞാൻ വിശദമായി വായിച്ചു. ആ കുറ്റപത്രത്തിൽ ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എത്ര അതിഭീകരവും ഭയാനകവുമായിട്ടാണ് ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടതെന്നുള്ളത് വിശദമായി ഞാൻ വായിച്ചു. ഇനി അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. അദ്ദേഹം പറയുകയാണ്, ആ കോടതി, അദ്ദേഹമല്ല കോടതി പറയുകയാണ്, എന്നെ സംബന്ധിച്ചാൽ ഇനി കോടതി മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ഐ ഫൈൻഡ് സഫിഷ്യൻറ്റ് ഫോഴ്സ് ഇൻ ദി ആർഗ്യുമെൻറ്റ് ഓഫ് ജോണസ് റാൽഫ് that there is absence of corresponding antemortem injuries on the body of the deceased other than those injuries caused due to hanging as per postmortem report. അദ്ദേഹം പറയുകയാണ്, കാരണം എന്താണ്, ജോൺ റാൽഫ് എന്ന് പറഞ്ഞ അഭിഭാഷകൻ എന്താ വാദിച്ചിട്ട് പറഞ്ഞു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 18 ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് ഉണ്ട്. അതിൽ 1 മുതൽ 6 വരെ ഉള്ളതാണ് ഫേറ്റൽ, തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ളത് 1 മുതൽ 6 വരെ ഉള്ളതാണ്. ബാക്കി 12 അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഈ ജോൺ റാൽഫ് പറഞ്ഞിരുന്നത്.
സിദ്ധാർത്ഥനെ ഈ പിന്നെ പ്രതികൾ നടത്തിയിട്ടുള്ള സിദ്ധാർത്ഥന് മേൽ നടത്തിയിട്ടുള്ള ആക്രമണവും കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും അത്ര കുഴപ്പമുള്ള കാര്യമല്ല എന്നാണ് ജോൺ റാൽഫ് പറഞ്ഞത്. വലിയ കാര്യമൊന്നുമില്ല. 1 മുതൽ 5 വരെ ഉള്ളതാണ് പ്രധാനം. അത് തൂങ്ങി മരിക്കാനാണ്. ബാക്കിയുള്ള 12 അത്ര പ്രസക്തമൊന്നുള്ള കാര്യമൊന്നുമല്ല. പ്രതികളുടെ ലക്ഷ്യം ക്ഷമ പറയിക്കൽ മാത്രമായിരുന്നു. എങ്ങനെയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നടന്ന പീഡനം എന്തായിരുന്നു, ആക്രമണം എന്തായിരുന്നു. അത് ക്ഷമ പറയിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ജോൺ റാൽഫ് പറഞ്ഞത്. അപ്പോൾ ആ വാദത്തിൽ കഴമ്പുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് ഇതിലൊരു കഴമ്പുണ്ട്. ഐ ഫൈൻഡ് സഫിഷ്യൻറ്റ് ഫോഴ്സ് ഇൻ ദി arguments of John Ralph that there is absence of corresponding antemortem injuries on the body of the deceased other than those injuries caused due to hanging as per. അപ്പോൾ ഞാൻ ജോൺ റാൽഫ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ്, അക്കോർഡിംഗ് ടു ലേണഡ് കൗൺസിൽ, ഇഫ് അക്യൂസ്ഡ് ഹാഡ് ബ്രൂട്ടലി അസോൾട്ടഡ് ദ ഡിസീസ്ഡ് as alleged by the prosecution, certainly there would have been corresponding injuries on his body. ഞാൻ എന്ത് പറയാനാണ് എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ എന്ത് പറയാനാണ്? പാരഗ്രാഫ് 15 മുതൽ 21 വരെ ഉള്ളതിൽ ആ കുറ്റപത്രത്തിൽ വളരെ സവിസ്തരം CBI ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞവനെ ഓരോ ഘട്ടത്തിലും ഈ പ്രതികൾ എന്തൊക്കെ ചെയ്തു, കൈകൊണ്ടടിച്ചു, കാലുകൊണ്ടടിച്ചു, ചവിട്ടി, നിലത്തിട്ടുരുട്ടി, കരണത്തിട്ടടിച്ചു, കേബിൾ വയർ കൊണ്ടടിച്ചു, ഗ്ലൂ വയർ കൊണ്ടടിച്ചു, എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാൻ അത് വായിച്ച് സമയം കളയുന്നില്ല. അത് മുഴുവൻ ആദ്യാവസാനം CBI അവരുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കാണുന്നില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ്, ഇഫ് അക്യൂസ്ഡ് ഹാഡ് ബ്രൂട്ടലി അസോൾട്ടഡ് ദ ഡിസീസ്ഡ്, അതിൻ്റെ തെളിവ് ശരീരത്തിൽ കാണേണ്ടതല്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഇത് എന്തുതരം കോടതിയാണ് ഈ കോടതി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചെറുപ്പക്കാരനെ ഇതിൽ കൂടുതൽ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കാൻ എന്താണുള്ളത് കോടതി? അതെന്താണ് ഈ കോടതിക്ക് അതൊന്നും കാണാൻ കഴിയാത്തത്? കോടതിക്ക് എന്താണ് മനോവ്യഥ ഉണ്ടാവാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടുതൽ ഞാൻ പറയുന്നില്ല. കൂടുതൽ ഞാൻ പറഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥിതി ദയനീയമാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. പക്ഷേ ഈ പറഞ്ഞതിൽ നിന്ന് കോടതിക്ക് മനസ്സിലാവണം എന്ന് കോടതി മനസ്സിലാക്കും. എന്നിട്ട് കോടതി അവസാനം ഒരു വാചകം പറയുന്നുണ്ട്. അതെന്താണെന്നറിയാവോ? ദ ഫർദർ കണ്ടൻഷൻ ഓഫ് ദ ലേണഡ് കൗൺസിൽ ദാറ്റ് ഇഫ് പ്രോസിക്യൂഷൻ അലിഗേഷൻസ് ഈസ് ടേക്കൺ ഇൻ ഇറ്റ്സ് ഫേസ് വാല്യൂ, പ്രോസിക്യൂഷൻ പറയുന്നതിന് എൻ്റെ മുഖവിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, the accused can only be said to have had the mens rea to chasten the deceased and not to instigate him to commit suicide is also found plausible. എന്താണ് ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം നമ്മൾ മുഖവിലേക്ക് എടുത്താൽ, ഈ പ്രതികളുടെ ലക്ഷ്യം ഈ സിദ്ധാർത്ഥനെ ഒന്ന് ചെയ്സൻ ചെയ്യാനായിരുന്നു മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ചെയ്സൻ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്, ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ വെള്ളം പോലും കൊടുക്കാതെ 18-19 നരാധമന്മാർ, കശ്മലന്മാർ മണിക്കൂറുകളോളം ഇടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും അസോൾട്ട് ചെയ്യുകയും ഹരാസ് ചെയ്യുകയും നിലത്തിട്ട് ചവിട്ടുകയും വയറുകൊണ്ടടിക്കുകയും എല്ലാം ചെയ്തത് അയാളെ ശിക്ഷിച്ച് നന്നാക്കാനാണെന്ന് പോലും ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ഞാൻ പറയേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കോടതികൾ ഇങ്ങനെ തുടങ്ങിയ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും? കോടതി ഒന്ന് ആലോചിച്ച് നോക്ക്. The accused can only be said to have the mens rea to chasten the deceased. ഇതെല്ലാം ചെയ്തത് ഈ പാവപ്പെട്ടവനെ ചവിട്ടി കൂട്ടി ഇഞ്ചപ്പരുവമാക്കി ഇൻറ്റിമിഡേറ്റ് ചെയ്ത് അസോൾട്ട് ചെയ്ത് ഹ്യൂമിലിയേറ്റ് ചെയ്ത് ഹരാസ് ചെയ്തതെല്ലാം അയാളെ ശിക്ഷിച്ച് നന്നാക്കാനാണെന്ന് ഒരു കോടതി പറയുക, അല്ലാതെ അയാളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കാനല്ലായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, കേരളത്തിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള നീതിപീഠം പറയുന്നത്. എന്താണിതിന് മറുപടി പറയേണ്ടി വരിക? ഇതിന് പറയേണ്ട പോലെ മറുപടി പറഞ്ഞാൽ പിന്നെയും ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു തവണ ജയിലിൽ കിടന്നതാണ്, ഇനി ഒന്നുകൂടി ജയിലിൽ കിടക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇതാണ് കോടതിയുടെ അവസ്ഥ. കോടതിയുടെ അവസ്ഥ ഇങ്ങനെ ആയാൽ സാധാരണക്കാരൻ എങ്ങനെ ആവും എന്നുള്ളത് പ്രേക്ഷകർ കേട്ടിട്ട് തീരുമാനിച്ചോളുക. എന്നിട്ട് കോടതി പാരഗ്രാഫ് 21 പറയാണ്, ഓവറോൾ കൺസിഡറേഷൻ ഓഫ് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസ് I do not find sufficient material to establish any positive act on the accused to have instigated or aided the deceased to commit suicide. എങ്ങനെയുണ്ട്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
സിദ്ധാർത്ഥനെ ചവിട്ടുകയും തൊഴിക്കുകയും ഇഞ്ചപ്പരുവത്തിലാക്കുകയും പിന്നെ ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിലിട്ട് മണിക്കൂറുകളോളം കൈകൊണ്ടും കാലുകൊണ്ടും അടിക്കുകയും അവന് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും അവനെ ഗ്ലൂ ഗണ്ണിൻ്റെ വയറുകൊണ്ട് അടിക്കുകയും കേബിളിൻ്റെ വയറുകൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തത് ഒന്നും കോടതിക്ക് സഫിഷ്യൻറ്റ് മെറ്റീരിയൽ അല്ല. ഇനി എന്താണ് കോടതിക്ക് സഫിഷ്യൻറ്റ് മെറ്റീരിയൽ ആവേണ്ടത്? അതുകൊണ്ട് ഈ പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതായി തെളിയിച്ചിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. ഇനി വേറൊരു നിയമപ്രശ്നം കൂടെ ഉണ്ട് കോടതിയോടെ. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്താണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയല്ല, വിചാരണ കോടതിയല്ലേ. ആ വിചാരണ കോടതി തീരുമാനിക്കേണ്ട കാര്യത്തിനകത്തേക്ക് ഹൈക്കോടതി എന്തിനാണ് ചാടി ചെന്ന് വീഴുന്നത്? അപ്പോൾ ഇങ്ങനത്തെ ചില ദുരൂഹതകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ആ ദുരൂഹതകളിലേക്കും ഞാൻ പറഞ്ഞോളല്ലോ, പരിമിതികളുണ്ട്, ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരനെ ഒരു 10-12 നരാധമന്മാരും കശ്മലന്മാരും കൂടി അതിഭീകരമായി മണിക്കൂറുകളോളം മർദ്ദിച്ചതിൻ്റെ തെളിവുകൾ മുഴുവൻ ഉണ്ടായിട്ടും ആ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ന്യായമായ രീതിയിൽ വിധി പ്രഖ്യാപിക്കുന്നതിന് പകരം ഇങ്ങനെ ചവിട്ടുകയും തൊഴിക്കുകയും തല്ലുകയും ചവിട്ടിക്കൂട്ടുകയും എല്ലാം ചെയ്തത് അയാളെ ശിക്ഷിച്ച് നന്നാക്കാൻ വേണ്ടിയാണെന്ന് ഒരു ഹൈക്കോടതി പറയുകയാണ്. എന്തോ ചെയ്യും നമ്മൾ? ഏത് വാതിലിൽ പോയി ഇനി നമ്മൾ മുട്ടും? സെന്റിനലിൻ്റെ ക്യൂ വൈവ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. സാധാരണക്കാരൻ്റെ മൗലികാവകാശം സംരക്ഷിക്കുന്നതിനുള്ള രക്ഷിതാവാണ് ഗാർഡഡ് ആയിട്ടുള്ള അവനെ ഗാർഡിയൻ്റെ രക്ഷിതാവാണ് കോടതി എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. സെന്റിനൽ ഇങ്ങനെയാണോ സെന്റിനലിൻ്റെ ക്യൂ വൈവ് പെരുമാറിയാൽ പിന്നെ സാധാരണക്കാരൻ എവിടെ പോകും? ഹൈക്കോടതി. എന്താണ് ഹൈക്കോടതി ഈ മനോവ്യഥ മനസ്സിലാവാത്തത്? എന്നിട്ട് ഹൈക്കോടതി അവസാനം പറയുകയാണ്, ഹൈക്കോടതിയോട് CBI പറഞ്ഞു ഇവർ പിന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു വേണ്ട, അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല, അത് നമ്മൾ ശക്തമായിട്ടുള്ള സേഫ് ഗാർഡ്സ് കൊണ്ടുവരാം, അവരുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാം, അവർ വയനാട്ടിൽ കയറരുതെന്നൊക്കെ പറയാം. ഇത് ഏത് ലോകത്താണ് ഈ ഹൈക്കോടതി ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈക്കോടതിക്ക് അറിയാമോ കേരളത്തിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? ഹൈക്കോടതിക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ? ഹൈക്കോടതി എന്താ പറയുന്നറിയോ? വയനാട് കയറരുതെന്ന്. ഹൈക്കോടതി ചെവി തുറന്നു വെക്കണം, കണ്ണും തുറന്നു വെക്കണം. കണ്ണും തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥൻ്റെ കേസിൽ SFIയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM എന്തൊക്കെയാണ് ശ്രമിച്ചെന്നുള്ളത് ചെവി തുറന്നു വെക്കുകയും കണ്ണ് തുറന്നു വെക്കുകയും ചെയ്താൽ കോടതിക്ക് കാണാൻ പറ്റും. ഈ സംഭവം നടന്ന് എത്ര ദിവസം കഴിഞ്ഞാൽ അറസ്റ്റ് നടന്നെന്ന് കോടതിക്ക് അറിയാമോ? ഈ പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് CPMൻ്റെ ഒരു ഉന്നത നേതാവ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കോടതിക്ക് അറിയാമോ? ഈ കേസ് അട്ടിമറിക്കാൻ ആദ്യം മുതൽ പോലീസുകാർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് കോടതിക്ക് അറിയാമോ? ഈ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഡൽഹിയിലേക്ക് അറിയിക്കാൻ താമസിച്ചതിനെ കുറിച്ചിട്ട് കോടതിക്ക് അറിയാമോ? അതിന് 3 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ച് കോടതിക്ക് അറിയാമോ? ഇതൊക്കെ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു കോടതി? കോടതി മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാൽ SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയുടെ പണി അവിടെ അവസാനിക്കും. അങ്ങനെ അവസാനിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആദ്യാവസാനം ഈ കേസിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം എല്ലാ തലങ്ങളിൽ നിന്നും, പാർട്ടി തലത്തിൽ നിന്നും സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തെളിവുകൾ ഒരുപാട് നശിപ്പിക്കപ്പെട്ടു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരന്വേഷണം നടന്നില്ല. അവസാനം സർക്കാർ CBI അന്വേഷണത്തിന് നിർബന്ധിതരാവുകയായിരുന്നു. അതിനുശേഷവും CBI അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു കോടതി. ആ സമയത്തൊക്കെ കോടതി ഏത് മാളത്തിലായിരുന്നു? അതുകൊണ്ട് ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ ഇപ്പം തന്നെ തെളിവുകൾ മുഴുവൻ ഏതാണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകളുള്ളതും കൂടി പോവും. ഇതൊന്നും കോടതിക്കറിയാതെ കോടതി അവരോടെന്തോ വയനാട്ടിൽ കയറരുതെന്നൊക്കെ പറയുന്നത് വീട് തുറന്നിട്ടിട്ട് താക്കോൽ എൻ്റെയിലാണെന്ന് പറയുന്ന പോലാണ്. കോടതി പറയുകയാണ് താക്കോൽ കോടതിയിലുണ്ടെന്ന്, പക്ഷേ കോടതി ആ വീട് മുഴുവൻ കൊണ്ട് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും നിർഭാഗ്യകരമാണ് ഈ വിധി എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ഇതിൽ ദുരൂഹതകളുണ്ട് എന്നും ഞാൻ പറയുന്നു. കോടതിയുടെ മേഖലകളിലല്ലാത്ത മേഖലകളിലേക്ക് കോടതി കടന്നു കയറിയിരിക്കുകയാണ്. കോടതി ഇത് ആത്മഹത്യ ആവാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഇനി കീഴ്ക്കോടതി അത് ആത്മഹത്യ പ്രേരണ ഈ കുട്ടികളുടെ മേലുണ്ടായിരുന്നു, ഇനി എങ്ങനെയാണ് കീഴ്ക്കോടതിക്ക് പറയാൻ കഴിയുക? കാരണം മേൽക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് ആത്മഹത്യ പ്രേരണ ഇല്ലെന്ന്. എന്ന് മാത്രമല്ല, ആത്മഹത്യ പ്രേരണ ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും കോടതി? അതിനുള്ള തെളിവുകൾ കോടതി മുമ്പിൽ ഇല്ലാഞ്ഞിട്ടാണോ? CBIയുടെ കുറ്റപത്രത്തിൽ തന്നെ അതില്ലേ? എന്നിട്ടൊരു ചെറുപ്പക്കാരനെ ചവിട്ടിക്കൂട്ടി ഇഞ്ചപ്പരുവത്തിലാക്കി അവന് വെള്ളം പോലും കൊടുക്കാതെ അവനെ കൊന്നെടുത്ത് അവനെ ശിക്ഷിച്ച് നന്നാക്കാൻ വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞാൽ പരമാബദ്ധമല്ലേ കോടതി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്?
ഇതേറ്റവും ഗതികെട്ട ഒരവസ്ഥയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതേറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതേറ്റവും തെറ്റായിട്ടുള്ള സന്ദേശം പൊതുമണ്ഡലത്തിലേക്ക് കൊടുക്കുമെന്ന് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇനി SFIക്കാർക്ക് ആരെ റാഗ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്? SFIക്കാർക്ക് ആരെയാണ് ഇനി ചവിട്ടി കൊല്ലാൻ ബുദ്ധിമുട്ട്? എന്ത് വേണമെങ്കിലും ഇനി ചെയ്തുകൂടെ? ഇനി ഉടനെ തന്നെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി പിരിച്ചുവിടും. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ SFIക്കാരന് എന്ത് വൃത്തികേടവും എന്ത് കാട്ടാളത്തരവും എന്ത് നീചമായിട്ടുള്ള പെരുമാറ്റവും കാണിക്കാനുള്ള ഒരു 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 ബ്ലാങ്ക് ചെക്കായിട്ട് ഈ വിധി മാറുകയല്ലേ? ഈ വിധി ഇങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ SFIക്ക് ഇനി ക്യാമ്പസുകളിൽ എന്താണ് കാണിക്കാൻ കഴിയില്ലാത്തത്? എന്തൊരു സന്ദേശമാണ് ഇത് കൊടുക്കുന്നത്? കോടതി ഇതിനു മുമ്പുള്ള ചില വിധിന്യായങ്ങളെടുത്ത് വായിക്കണമായിരുന്നു. കോടതി പറഞ്ഞിട്ടുണ്ട് പൊതുമണ്ഡലത്തിലെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും പോകാൻ പറ്റുന്ന 2012 TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോഴും ഇതുപോലത്തെ ബോധ്യം പൊതുസമൂഹത്തിനുണ്ടായിരുന്നു. അന്ന് വിധി വന്ന എങ്ങനെയായിരുന്നുള്ളത് കോടതി വായിച്ചു നോക്കണം. അതിന്മേൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുള്ള വിധിന്യായം എന്താണെന്ന് വായിച്ചു നോക്കണം. ഡൽഹിയിലെ നിർഭയ കൊലക്കേസിൻ്റെ വിധിന്യായം എടുത്ത് വായിച്ചു നോക്കണം. അതുകൊണ്ട് കോടതി ഈ മരിച്ചുപോയ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയ്ക്കുമുള്ള മനോവ്യഥ എന്താണെന്ന് മനസ്സിലാക്കണം. അവർ ഈ വിധിന്യായം വന്നപ്പോഴത്തേക്കും സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബ പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ കുട്ടി മരിച്ചപ്പോൾ എനിക്കുണ്ടായ അത്രയും മനോവിഷമമാണ് ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ എനിക്കുണ്ടായത് എന്നാണ് അവർ പറഞ്ഞത്. അത് കോടതിക്ക് മനസ്സിലാവണം. ഇനി അവസാനം ഷീബയുടെ ഈ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കളോടും എനിക്ക് ഒരു അഭ്യർത്ഥന നടത്താനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കേസിൽ CBI അന്വേഷണം വാങ്ങിച്ചു കൊടുത്തപ്പോൾ വാദിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകരിലൊരാളായിട്ടുള്ള ജോർജ് പൂന്തോട്ടമായിരുന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. കേരള സർക്കാരിനെതിരെ വിദ്യാഭ്യാസ മേഖലയിലെ ഡസൻ കണക്കിന് വിധികൾ സർക്കാരിനെതിരെ വാങ്ങിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനാണ് ജോർജ് പൂന്തോട്ടം. RS ശശികുമാർ സാർ വാങ്ങിയിട്ടുള്ള വിധിന്യായങ്ങളിലെല്ലാം അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടമായിരുന്നു. എത്രയെത്ര വിധിന്യായങ്ങൾ! ഞാൻ തന്നെ എത്രയോ വിധിന്യായങ്ങൾ ജോർജ് പൂന്തോട്ടം വക്കീലിൻ്റെതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോകൾ ചെയ്തിരിക്കുന്നു. ആ ജോർജ് പൂന്തോട്ടമാണ് ഈ കേസിൽ CBI അന്വേഷണം വാങ്ങിക്കുന്നതിന് വേണ്ടി കേരള ഹൈക്കോടതിയിൽ കേസ് വാദിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിനെ ഈ സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബ ഏകപക്ഷീയമായി ഒഴിവാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒഴിവാക്കിയിട്ട് എന്തോ അപ്രസക്തനായിട്ടുള്ള എന്താണ് വഞ്ചിയൂരം കണ്ടുള്ള സജിത് കുമാർ എന്ന് പറഞ്ഞൊരു അഭിഭാഷകനെ ആണ് വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നടത്തിയതായി പറയുന്ന വാദങ്ങൾ ഈ വിധിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ദുർബലമായിരുന്നു എന്ന് എനിക്ക് പറയാൻ വയ്യ. ഒരുപക്ഷെ ഇനി കോടതിയിൽ വലിയ വാദം നടത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് വെച്ചുകൊണ്ട് ഈ സജിത് കുമാറിൻ്റെ വാദം അത്ര ശക്തമായിരുന്നില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്കിനി സൂചിപ്പിക്കാനുള്ളത്, ഈ കേസിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനപ്പെട്ട അഭിഭാഷകരെ തന്നെ വെക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പലരും പലതരത്തിലും വന്ന് ഉപദേശങ്ങൾ നൽകും. അതിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ആട്ടും തോലുട്ട ചെന്നായ്ക്കൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ കേസിൽ ജോർജ് പൂന്തോട്ടമായിരുന്നു സജിത് കുമാറിന് വേണ്ടി സജിത് കുമാറിന് പകരം വാദിച്ചിരുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലൊരു വിധി വരുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പ്രതികൾക്ക് വേണ്ടി K. രാംകുമാറും S. രാജീവും ജോൺ S. റാൽഫും S. ശ്രീകുമാറുമൊക്കെയാണ് വാദിക്കുന്നത്. അവരോടൊപ്പമോ അവരുടെ മുകളിലോ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന ഒരാളാണ് ജോർജ് പൂന്തോട്ടം വക്കീൽ. അതുകൊണ്ട് ഇനി അടുത്ത ഡിവിഷൻ ബെഞ്ചിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒന്നുകിൽ ജോർജ് പൂന്തോട്ടം വക്കീലിനെയോ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീലിനെയോ നിങ്ങൾ ഏർപ്പാടാക്കിയില്ല എങ്കിൽ ഡിവിഷൻ ബെഞ്ചിലും തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള ഒരു ഉപദേശം ഈ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളോട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഗൂഢാലോചനകളും ഒക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ SFI എന്ന് പറയുന്ന സംഘടന തീർന്നു പോകും. CBI പോലും സ്വാധീനിച്ചു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ കിടപ്പുണ്ട്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് പോലീസ് കൊടുത്ത അതേ റിപ്പോർട്ട് തന്നെയാണ് ഈ CBI കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഹൈക്കോടതി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള ഗൂഢാലോചനകൾക്കും സ്വാധീനത്തിനുമൊക്കെ സാധ്യതകളുള്ളതുകൊണ്ട് അതിലൊന്നും പെടാത്ത പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെ വേണം ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഏർപ്പാടാക്കാനുള്ളത് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ മെയ് 31 കേരള ഹൈക്കോടതിയുടെ ഈ 19 പേർക്കും ജാമ്യം കൊടുത്തുകൊണ്ടുള്ള ഈ വിധിന്യായം സമൂഹത്തിലേക്ക് പരത്തുന്നത് ഏറ്റവും ഡീജനറേറ്റീവായിട്ടുള്ള ഏറ്റവും ജീർണിച്ച ഒരു സന്ദേശമാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്.